ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴത്തേക്കും വികാരം ഉണർന്ന് അങ്ങോട്ട് ടെസ്റ്റോസ്റ്ററോൺ അങ്ങോട്ട് ഒഴുകി പിന്നെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മെയിൽ സെക്സ് ഡ്രൈവ് ഉണ്ടാവുന്നത്. എവിടേക്കാണ് ഇയാൾ അത് എത്തിക്കുന്നത്? ദാറ്റ് എസ്കലേറ്റഡ് ക്വിക്ലി. പിന്നെ പുരുഷന്മാരിൽ ഇത്തരം ചിന്തകളുള്ളവരുണ്ടാകാം, അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ അതിൽ നിന്ന് പെണ്ണിന് സംരക്ഷണം ഉണ്ടാവണം എന്ന രൂപത്തിലാണ് നമ്മളിത് പറഞ്ഞു വെക്കുന്നത്. അതല്ലാത്ത രൂപത്തിൽ ഏതെങ്കിലും പിന്നെ പുരുഷന് ഒരു സ്ത്രീ വന്ന് തൊടുമ്പോഴത്തേക്ക് ടെസ്റ്റോസ്റ്ററോൺ ഒഴുകുന്നു, എല്ലാ പുരുഷന്മാരും അങ്ങനെയാണ്, അത് അങ്ങനെയല്ലല്ലോ നമ്മൾ ഇതിനെ വിശദീകരിച്ചത്. ഇപ്പോൾ സ്ത്രീകൾ പലപ്പോഴും പറയും നമുക്ക് പിന്നെ പുരുഷൻ്റെ ഒരു നേച്ചർ മാറിയാൽ നമുക്ക് മനസ്സിലാകുന്നുള്ളത്. അത് ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടി മനസ്സിലാവും. പക്ഷേ ഇവരെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് അല്ലെങ്കിൽ ഇവരെ അറിയുന്ന ആളുകളിൽ നിന്ന് ഒരിക്കലും അവരുടെ ഉള്ളിലുള്ള ഈ നേച്ചർ മാറിയാൽ സ്ത്രീകൾക്ക് തീരെ മനസ്സിലാവില്ല. ഒരു ഡൗട്ട്, ഇത് ഈ സ്ത്രീകളെ തൊടുമ്പോഴാണെന്നാണല്ലോ പറഞ്ഞത്. ഇതിപ്പോ സ്വന്തം പെങ്ങളെ തൊടുമ്പോ ഉണ്ടാവോ? ഉമ്മാനെ തൊടുമ്പോ അവർ സ്ത്രീകളെ ബാസിൽ കേട്ടോ, കേരളത്തിൽ ആരെങ്കിലും ഒരാൾ വീട്ടിലുള്ള ഉമ്മാനെ പെങ്ങളെ തൊടാം എന്ന് പറഞ്ഞത് ആരായിരിക്കും? കേരളത്തിൽ ഏത് വേദിയിലാണ് അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്? അവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്, പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ്, ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.